സമാധാനത്തോടെ ഒതുവെടുത്തിട്ട് നിസ്കരിക്കലല്ലേ? അള്ളാഹനെ കാണാനല്ലേ മോനെ ഒതുവെടുക്കണേ, അല്ലാതെ വേറെ ആരെയും കാണാനല്ലോ. അള്ളാഹുടെ മുമ്പിലല്ലേ ഒതുവെടുത്തിട്ട് പോയി നിൽക്കുന്നേ. ഒതുവില്ലാതെ ഒരു മനുഷ്യൻ സൂക്ഷ്മത പുലർത്താതെ നിസ്കരിച്ച നിന്റെ ആഖിബത്ത് തന്നെ മോശമല്ലേ? നിന്റെ മരണം തന്നെ മോശമായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കുക. അപ്പോഴാണ് ഈ മുടിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് കിടക്കുന്ന മക്കളുടെ അവസ്ഥ ഓർമ്മ വരിക. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഒരു കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ആ മക്കൾ അതേ ചെയ്യത്തുള്ളൂ. ഇന്നത്തെ കുട്ടികളൊക്കെ ഈ മുടിയിൽ ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് മോഡൽ വേണമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനത്തെ മോഡലുകളാ ഈ പെയിന്റ് ഒക്കെ വാരി അടിച്ചു നടക്കുന്നവർ. എങ്ങനെയാ മോനെ നിന്റെ ഒതുവൊക്കെ ശരിയാവുക? എടാ, നീ നിസ്കരിക്കാൻ പോണ്ടടാ. നീ പള്ളിയിൽ പോയാ നിസ്കരിക്കാൻ ഒതുവില്ലാതെ പള്ളിക്കകത്ത് കയറി റബ്ബിനെ കളിയാക്കിയ പാപ കിട്ടുക. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒതുവെടുക്കണം.